സങ്കീർത്തകൻ മനോഹരമായി ദൈവജനത്തോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുന്നതിൽ നമ്മൾ മടി കാണിക്കരുത്. ദൈവത്തെ ആരാധിക്കുന്നതിൽ നമുക്ക് ഒരിക്കലും വിമുഖത ഉണ്ടാകരുത്. ദൈവത്തെ നമുക്ക് ആരാധിക്കാനും സ്തുതിക്കാനും മഹത്വപ്പെടുത്താനല്ലാതെ മറ്റൊന്നും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താൻ പറ്റില്ല. കാരണം ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. കാരണം ദൈവം മഹത്വത്തിന് യോഗ്യനാണ്. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ദൈവം മാത്രമാണ് സകല മഹത്വത്തിനും യോഗ്യനായത്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ ദൈവമക്കളായ നമ്മൾ കടപ്പെട്ടിരിക്കണം. അത് മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. സങ്കീർത്തകൻ കൂടെ പല സങ്കീർത്തനങ്ങളിലൂടെയും നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയമാണ് ദൈവത്തെ ആരാധിക്കുവിൻ, ദൈവത്തെ സ്തുതിക്കുവിൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ, ദൈവത്തിന് ആരാധന കൊടുക്കുവിൻ, സർവ്വസൃഷ്ടിജാലങ്ങളെ ദൈവത്തെ ആരാധിക്കുവിൻ, സ്വർഗീയവാസികളെ ദൈവത്തെ ആരാധിക്കുവിൻ, ഭൂമിയിലെ ജനതയെ ദൈവത്തെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഈ ഭൂമിയിലും സ്വർഗത്തിലും എല്ലാവരും ദൈവത്തെ ആരാധിക്കാൻ സങ്കീർത്തനങ്ങളുടെ പരിശുദ്ധാത്മാക്കളോട് ആവശ്യപ്പെടുകയാണ്. ശുദ്ധീകരണ സ്ഥലത്ത് പ്രത്യേകിച്ച് ഈ മാസം നമ്മള് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന മാസമാണ്. ഈ മാസം ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളും അവിടെ വലിയ സങ്കടം എന്താണെന്നറിയാമോ? ഈ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ്. ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടമാണ് യഥാർത്ഥ ശുദ്ധീകരണം എന്ന് പറയുന്ന അവസ്ഥ. നിത്യരക്ഷയിലേക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള കഠിനഭാവങ്ങളൊന്നും ചെയ്യാതെ എന്നാൽ ലഘുഭാവങ്ങളിലും ദൈവ സ്നേഹത്തിലൊക്കെ സഞ്ചരിച്ച ആത്മാവ് നിശ്ചയമായി പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ വിശുദ്ധീകരണം ആവശ്യമായ ആത്മാവ് നിശ്ചയമായിട്ടും കടന്നു പോകുന്ന വിശുദ്ധീകരണം എന്ന് പറയുന്നത് തനിക്ക് കയ്യെത്തിച്ച് പിടിക്കാമായിരുന്ന സ്വർഗീയ സൗഭാഗ്യം തനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള വേദനയാണ് ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾ അനുഭവിക്കുന്ന വേദന. ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് എന്റെ കയ്യെത്തും ദൂരത്ത് എനിക്ക് സ്വന്തമാക്കാമായിരുന്ന, എന്റെ ആയുസ് കൊണ്ട് എനിക്ക് സ്വന്തമാക്കാമായിരുന്ന സ്വർഗീയ സൗഭാഗ്യം എന്റെ തന്നെ ചില തീരുമാനങ്ങൾ കൊണ്ട് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന് ഇങ്ങനെ സ്വർഗത്തെ ദർശിച്ചുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കും ആത്മാക്കൾ വേദനിക്കും. പക്ഷേ ശുദ്ധീകരണ സ്ഥലത്തുള്ളവർക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്, ഇപ്പോഴും പ്രത്യാശയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ നിശ്ചയമായും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കും. ഏറ്റവും വലിയ പ്രതീക്ഷയുണ്ട്. പ്രത്യാശയില്ലാത്ത സ്ഥലമല്ല ശുദ്ധീകരണ സ്ഥലം. ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയുള്ള സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. കാരണം നിശ്ചയമായിട്ടും അവർ ദൈവത്തെ മുഖാമുഖം കണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമയം സുനിശ്ചിതമാണെന്ന് ശുദ്ധീകരണാത്മാക്കൾ. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ശുദ്ധീകരണാത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്നത്. ഇവിടെ എല്ലാ ജനതകളോടും സങ്കീർത്തനം പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുവിൻ. നമ്മുടേതായ കാരണങ്ങളുണ്ട് ദൈവത്തെ ആരാധിക്കാൻ. ചിലർ പറയും ആരാധിക്കാൻ ഞങ്ങൾക്ക് എന്ത് കാരണമുണ്ട്, ഞങ്ങൾക്ക് ഒരു കാരണമില്ലല്ലോ ദൈവത്തെ ആരാധിക്കാൻ, ഞങ്ങളുടെ ജീവിതത്തിലൊന്നും ദൈവം ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്, ഞങ്ങൾക്ക് ഈ ഗതിയാണല്ലോ, ഞങ്ങളുടെ അവസ്ഥയിലാണല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത് എന്നൊക്കെ പറയുന്ന അനേകരുണ്ട്. പക്ഷേ മക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയാൽ എന്തെല്ലാം കാര്യങ്ങൾ ഓർത്ത് നമ്മൾ നന്ദി പറയേണ്ടി വരും, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടി വരും. നമുക്ക് അറിയാവുന്ന കാര്യങ്ങള്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർത്താണ് പലപ്പോഴും നമ്മള് ദൈവത്തിന് നന്ദി പറയുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ നമുക്ക് അറിയാൻ പാടില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തോരം ദൈവിക നന്മകളുണ്ട്, ദൈവിക സംരക്ഷണമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളുടെ പിറകിലും ദൈവത്തിന്റെ ഒരു കരസ്പർശം ഉണ്ടെന്നും മനസ്സിലാക്കുന്നിടത്താണ് ദൈവത്തെ ആരാധിക്കാൻ പറ്റുക. അങ്ങനെ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ദൈവം തരുന്ന സംരക്ഷണം, ദൈവം നടത്തുന്ന വഴികള്, ദൈവം നമ്മളെ പരിപാലിച്ച ഇന്നലകളിൽ ജീവിതത്തിന്റെ വേദനകളിലും സങ്കടങ്ങളിലും കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൊക്കെ ദൈവം നമ്മളെ താങ്ങി നിർത്തിയത്, തകർന്നു പോകാമായിരുന്ന ജീവിതത്തിന്റെ പല വേളകളിലും ദൈവം നമ്മളിങ്ങനെ സ്നേഹത്തോടെ പൊതിഞ്ഞു നിർത്തിയത്, സങ്കടങ്ങളുടെ ആഴക്കടലിലേക്ക് നമ്മൾ മുങ്ങിത്താണപ്പോ ദൈവത്തിന്റെ പരിപാലനയുടെയും സ്നേഹത്തിന്റെ കരം അനേകരിലൂടെ നമ്മൾ അനുഭവിച്ചത്, ഇതൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട കാരണങ്ങളല്ലേ?